കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ് ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, ആദർശ് എപ്പോ വിളിച്ചെന്ന് പറയണ. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ല മോളോട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞ്. മോളോട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അവന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാം ഗോവിന്ദ. അവന് മോളോട് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മോളോട് ചെല്ലാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലണം. അപ്പൊ അതിനു വേണ്ടിട്ട് അവൻ ഇപ്പം വിളിച്ചത്. പക്ഷെ അത് അവന് തുറന്നു പറയാൻ ഒരു മടിയെന്ന് പറയാം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, ശരിയാ മോളെ, മോൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറയണം. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, അല്ലെങ്കിൽ മോളിനി ഇപ്പൊ അങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവെന്ന് ചോദിക്കണം. എന്ത് പ്രശ്നം? ഒന്നും പ്രശ്നമാവാൻ പോകുന്നില്ല. അല്ല മോൾക്ക് ഇഷ്ടമുണ്ട് അങ്ങോട്ട് വരാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അതൊന്നും ഓർത്ത് ഗോവിന്ദൻ വിഷമിക്കൊന്നും വേണ്ട. അല്ല ഇത്രയും നാൾ അകന്നു കഴിയുമ്പോ ഇനിയിപ്പൊ അവര് തമ്മില് അടുക്കോ വല്ല പിരിയണമെന്നോ വല്ല ആഗ്രഹവും ആദർശിന്റെ മനസ്സിൽ തോന്നിയാലോ? അങ്ങനെയൊന്നും തോന്നില്ല ഗോവിന്ദൻ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെയാണെങ്കിൽ ആദർശ് ഇപ്പൊ നല്ല ഉറക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് നടക്കുന്നത്, അതൊക്കെ പക്ഷെ വെറുതെ പറയണ എന്ന് പറയാ. ഈ സമയം നയന പറഞ്ഞു, എനിക്ക് നല്ല ഉറക്കമൊക്കെ ഉണ്ടെന്ന് പറയാം. ഗോവിന്ദൻ പറഞ്ഞു, പിന്നെ നല്ല ഉറക്കമുണ്ട് പോലും. ഇവിടെയും ചിലരൊക്കെ രാത്രി ഉറങ്ങണില്ല മൂർത്തി സാറേ, പക്ഷെ ഇങ്ങനെ പറയുമ്പോഴിങ്ങനെ പറയുന്നൊക്കെ ഉള്ളൂ. അതെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ മോൾ അങ്ങോട്ട് പൊക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറയണേ. ഈ സമയം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളല്ല കൊണ്ടുപോകണ്ട മോളെ, ആദർശം വന്ന് വിളിച്ചോണ്ട് പോകണ്ടേ, അവൻ വന്ന് വിളിച്ചോണ്ട് പോട്ടെ. പിന്നെ അവിടെ ഉള്ളവരെല്ലാം കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അറിയാലോ ദേവേനയുടെയും ജലജയുടെയും കാര്യം. അടുക്കള കിടന്ന് ജോലി എടുത്ത് നടുപൊടിയോ, കുറച്ച് ദിവസത്തോടെ അങ്ങനെ അങ്ങ് പോട്ടേന്നേ. അവരെ വില മനസ്സിലാക്കണം. നയനമോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറി കിടന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഒരു പുച്ഛഭാവമല്ലേ. ഇതൊക്കെ എന്തെന്നുള്ള രീതിയിൽ ഇപ്പൊ 2 ദിവസം ജോലി ചെയ്തപ്പോഴത്തേനും കാര്യമൊക്കെ ഒരു തീരുമാനമായി. ഇനി കുറച്ച് ദിവസത്തോടെ അങ്ങനെ നിൽക്കട്ടെ, അത് കഴിയുമ്പോൾ നയനമോൾ അങ്ങോട്ട് വന്നാൽ മതി. അല്ല ഇതിന്റെ പേരിൽ ഇനി പ്രശ്നം ഉണ്ടാവുമോ? ഇനിയിപ്പം നയനെ അങ്ങോട്ട് വിളിക്കണ്ടെന്ന് ആദർശ് കരുതുവോ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ, ഞങ്ങളല്ലേ എവിടെയുള്ളേ. അതല്ല കല്യാണത്തിന് ഞങ്ങളെല്ലാരും വരണമല്ലോ. അങ്ങനെ കല്യാണത്തിന് വന്നു കഴിയുമ്പോഴേ അപ്പം നയനമോൾ എന്ത് ചെയ്യും? അതോ അങ്ങനെ അതിനു മുമ്പ് ആദർശ് വന്ന് വിളിച്ചില്ലെങ്കിൽ നയനമോളം കൂട്ടിക്കൊണ്ട് പോരെ. തലേദിവസം തന്നെ നിങ്ങൾ എല്ലാവരും എത്തണം. പിറ്റേ ദിവസം കല്യാണത്തിന് ശേഷം കൂടെ വരണ സമയത്ത് നിങ്ങൾ നയനമോളം കൂടെ കൂട്ടിക്കോ. എന്തൊക്കെ പറഞ്ഞാലും അവൻ കൂടെ വന്ന് വിളിക്കണം. അവൻ ഇങ്ങോട്ട് വന്ന് വിളിക്കാതെ ഒരു കാരണവശാലും അങ്ങോട്ട് വരണ്ട. പിന്നെ ഇവര് തമ്മിൽ പിരിയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഭയം വേണ്ട. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയായിട്ട് ഞങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം, ഞങ്ങൾ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഇവർക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. അങ്ങനെ ഗോവിന്ദനെ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ. പിന്നീട് കാണിക്കുന്ന ആകെപ്പാടെ അസ്വസ്ഥയായിട്ട് ഇങ്ങനെ ദേവേനെ ഇരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ അവളൊന്ന് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അല്ല എന്ത് ചെയ്യും? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് വരുവാണ്. ജലജ വന്നിട്ട് എന്തോ ആലോചിച്ചോണ്ടിരിക്കുക ഇരിപ്പാ. ഈ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം അച്ഛനും അമ്മയും കൂടെ വരാനായിട്ടുള്ള കാത്തിരിപ്പാന്ന്. അവർക്ക് വേണ്ടിയിട്ട് അവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, നയന വരണം അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് കാത്തുകെട്ടി ഇരിക്കുന്ന മരുമോളെ നോക്കിയിരിക്കുന്ന അമ്മായിമ്മ എന്നൊക്കെയുള്ള ജലജ അങ്ങോട്ട് വരുവാണ്. അല്ല ഏട്ടത്തി എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ല പിന്നെ ഞാൻ നോക്കിയിരിക്കുന്നേ അച്ഛനും അമ്മയും വരാറായല്ലോ, അതുകൊണ്ടാന്ന് പറയണോ? അങ്ങനെ ഇത് കേട്ടപ്പോ അല്ല വേറെ ആരെങ്കിലും നോക്കിയിരിക്കണം. വേറെ ആരെ നോക്കിയിരിക്കാനായിട്ട്? ആരെ നോക്കിയിരിക്കാനാ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവളെങ്ങാനും വരുമോന്ന് എനിക്കൊരു ഭയമുണ്ട്. ആ നയനയുണ്ടല്ലോ, അവള് മിക്കവാറും അച്ഛൻ്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാ. ജലജ പറഞ്ഞു, തേമ അവള് വരാതിരുന്നാ മതിയായിരുന്നു. ഈ സമയം തേവേന പറഞ്ഞു, എന്റെ പൊന്നു ജലജ അവൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് വരട്ടെ, നീ ഒരു മുടക്കവും പറയരുത്. അപ്പൊ ജലജ മനസ്സിൽ പറയാം, എനിക്കറിയാം ഏട്ടത്തി ഇപ്പൊ പ്രാർത്ഥിക്കുന്ന എന്താന്ന്, അവൾ ഇങ്ങോട്ട് വരണമെന്നല്ലേ. അതുപോലെ തന്നെ ഞാനും എത്ര വഴിപാടുകളും നേർച്ചയാ അവൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി കഴിച്ചിരിക്കുന്ന അറിയാവോ. ഈ സമയം ദേവേന പറഞ്ഞു, അവൾ ഇങ്ങോട്ട് വരണ്ടെന്ന് വെച്ചോണ്ട് ഞാൻ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടെന്ന്. പക്ഷെ ദേവേനയുടെ മനസ്സിൽ അതല്ലായിരുന്നു. വരണമെന്നും പറഞ്ഞ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിരിക്കുന്നത്. രണ്ടുപേരും അതുകൊണ്ടാ. നയനയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അടുക്കള ജോലി ചെയ്യാനായിട്ട് ആരുമില്ല. അടുക്കള പണി ചെയ്ത് രണ്ടുപേരും മടുത്തു. ഇത്രയ്ക്ക് ഭാരിച്ച പണി അടുക്കളയിൽ ഉണ്ടായിരുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഈ സമയം ജലജ പറഞ്ഞു, എന്റെ ഏട്ടത്തി അടുക്കള ജോലി മാത്രമാണ് കുഴപ്പമില്ല. അടിച്ചു വാരണം, തൂത്തു അടയ്ക്കണം, എന്തൊക്കെ ജോലികളും എവിടെ കിടക്കുന്നത്, എല്ലാം ഇത്രമാത്രം ഉണ്ടായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമായിരുന്നല്ലെന്ന് പറയാം. ഈ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനക വന്നപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. അപ്പോഴേ കനയ്ക്ക് മനസ്സിലായി രോഗം എന്താന്നുള്ളത്. നയനമോളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക. അങ്ങനെ ഇപ്പൊ നയനമോള് വന്നതുവാ അങ്ങോട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കനക അവിടെ നിൽക്കുക. ഈ സമയത്ത് ജലജ പറഞ്ഞു, മിക്കവാറും ഇന്ന് കനക ഭയങ്കര സന്തോഷത്തിലായിരിക്കും, മോൾ ഇങ്ങോട്ട് വരുമെന്നൊക്കെയുള്ളേ. അവള് വന്നാലല്ലേ അവളുടെ ആധിപത്യം ഇവിടെ നടക്കുള്ളൂ. പക്ഷെ അതൊക്കെ വെറുതെയാ. അച്ഛനും അമ്മ അവളെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നാ മതിയായിരുന്നു. ഈ സമയം കനക മനസ്സിൽ പറഞ്ഞു,
അവന് ഇങ്ങോട്ട് പറഞ്ഞൊന്ന് പ്രാർത്ഥനകളും നേർച്ചകളും നേർന്നായിരിക്കും രണ്ടെണ്ണം കൂടി ഇരിക്കുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്ത് ഇങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഭിമാനത്തിന് കോട്ടം തട്ടില്ലേന്ന് കനക മനസ്സിൽ പറയാ. പിന്നീട് കാണിക്കുന്ന ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആദർശിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആദർശ് നേരെ വീട്ടിലേക്ക് പോരാനായിട്ട് ഇറങ്ങുവാണ്. പെട്ടെന്ന് പവിത്ര അങ്ങോട്ട് വന്നു. പവിത്ര ചോദിച്ചു, എന്താ ആദർശ് സാറേ ഇന്ന് നേരത്തെ പോണേ? ഓഹോ, അപ്പൊ എനിക്ക് നേരത്തെ പോകാൻ പറ്റില്ലേ? ഇത് എന്റെ കമ്പനി, എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ പോകും. അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുക. അല്ല, ഞാൻ സാറിങ്ങനെ നേരത്തെ പോയി കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചോ? ഓ, അതുകൊണ്ട് ചോദിച്ചാണോ? അല്ല, നീ നയനെ മറ്റേ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല സാർ, ഞാൻ എന്തിനാ നയന മാഡത്തിനെ വിളിക്കണേ? എനിക്ക് എന്റെ ആവശ്യമില്ലോ. അല്ലെങ്കിലും വിളിക്കേണ്ട ആവശ്യമില്ല നിനക്ക്. ഞാൻ പിന്നെ ചോദിച്ചെന്നോളൂ അങ്ങോട്ട്. തോന്നിയ ദിവസം പോയാലൊക്കെ പോട്ടെ, പിന്നെ അതിന്റെ പുറകെ കാല് പിടിച്ചു പോകാനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ അങ്ങനെ പോകുന്ന ഒരുത്തനുമല്ല. ഞാനേ അനന്തപുരിയിലെ കൊച്ചുമകനാന്ന് പറയാ. പെട്ടെന്ന് പവിത്ര ഓർത്തു, ഈ സാറിന്റെ എന്നോട് ഇതൊക്കെ പറയണേ? എന്നോട് ഇതൊക്കെ പറയേണ്ട ആവശ്യം സാറിന് എന്താ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. സാറിനയുടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നീട് ആദർശ് പറഞ്ഞു, ഇങ്ങനെയാ മിക്ക പെണ്ണുങ്ങളുടെ കാര്യം. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരികെ പോയി കാല് പിടിക്കുന്നൊക്കെയാ. അതൊക്കെ വെറും ധാരണ മാത്രമാണെന്ന് പറയാം. പവിത്രത്തിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. മാഡം പോയതിനെ പിന്നെ എന്തോ ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നു ആദർശ് സാറിന്. ഒന്നുകൂടെ മാഡത്തിനെ വിളിക്കണം, ഈ കാര്യങ്ങളൊക്കെ പറയണം, അല്ലെ ശരിയാവത്തില്ല. കാര്യങ്ങളൊക്കെ അവതാളത്തിലായെന്നാ തോന്നുന്നേ. അങ്ങനെ പവിത്ര അങ്ങോട്ട് പോവാണ്. പിന്നീട് ആദർശ് നേരെ കിരണിനെ കാണാനായിട്ട് വരുവാണ്. കിരണും ആദർശം കൂടെ ഒരു കോഫി ഷോപ്പിൽ സംസാരിച്ച് കോഫി കുടിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയം ആദർശനോട് ചോദിച്ചു, ഓഹോ, അപ്പൊ നീ നിന്റെ ഭാര്യനെ കൊണ്ടുവരാനായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്നല്ലേന്ന് ചോദിക്കുകയാണ്. എടാ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ, കല്യാണിനോട് പറയണം, എങ്ങനെയെങ്കിലും അവളോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറയാനുണ്ട്. ഓഹോ, അപ്പം നിനക്ക് അവളെ പോയി വിളിച്ചോണ്ട് വരാനൊന്നും പറ്റില്ല അല്ലേന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര ദിവസം അയാൾ മാറി നിന്നിട്ട്? ഒരു 2 ദിവസം. ഓഹോ, 2 ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കണേ. അങ്ങനെയൊന്നും ഇല്ല. എടാ, 2 ദിവസമായി കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ 3-ാമത്തെ ദിവസമായിരുന്നു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നിനക്ക്. എന്നെ നിന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് നിന്റെ മൂർത്തി മുത്തശ്ശിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് കല്യാണിക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോ നീ ഒളിച്ചു കളിക്കൊന്നും വേണ്ടെന്ന് പറയണം. അല്ല, ഞാനതിന് ഒളിച്ചു കളിച്ചൊന്നുമില്ല. എനിക്കറിയാം മോനെ ആദർശേ, നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. പിന്നെ നിനക്ക് ഭയങ്കര പ്രതീക്ഷ അവള് വീട്ടിലേക്ക് വരുമെന്ന്. പക്ഷെ അവൾ അഭിമാനമുള്ള പെൺകുട്ടിയാടാ. നീ ചെന്ന് വിളിക്കാതെ അവൾ ഒരു കാരണവശാലും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? അവളെ പോയി വിളിച്ചോണ്ട് വാ, നിന്റെ ഭാര്യയല്ലേ. പിന്നെ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിക്കാം. അതൊന്നുമില്ല, അവള് തന്നിഷ്ടപ്രകാരം പോയതാന്ന് പറയാം. ഓഹോ, തന്നിഷ്ടപ്രകാരം പോയതല്ലേ? എടാ, അവള് മുത്തശ്ശിയുടെ അനുമതി മേടിച്ചിട്ടല്ലേ പോയത്. പിന്നെ ഇങ്ങനെ തന്നിഷ്ടപ്രകാരം പോകുന്നേ? അല്ല, അത് പിന്നെ മനസ്സിലായി. നിന്റെ ഈഗോ സമ്മതിക്കുന്നില്ലല്ലേ? എടാ, സ്നേഹിക്കുന്ന ചെറുക്കനും പെണ്ണു ഒരു കാരണവശാലും ഇങ്ങനെ അകന്നു നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഞാനും കല്യാണിയാണെങ്കിൽ ഇതുവരെ അകന്നു കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് എവിടെയെങ്കിലും പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും ഒരു 5-8 തവണ ഒരു ദിവസം വിളിക്കും. കാരണം ഞങ്ങൾക്ക് അത്ര സമയം പോലും മാറി നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് ഈ സ്നേഹത്തിന്റെ ഒരു കുഴപ്പം. പക്ഷെ ഞാൻ നോക്കിയിട്ട് നിനക്ക് നയനമ്മയോട് ഒരു സ്നേഹം ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നില്ല. അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നീ ഇത്രയും ദിവസം 2 ദിവസം ഇങ്ങനെ മാറി നിൽക്കില്ലായിരുന്നു പറയാം. അങ്ങനെയൊന്നുമല്ല. ഈ സമയം ആദർശ് പറഞ്ഞു, എനിക്ക് അവളെ പോയി വിളിച്ചോണ്ട് വരണമെന്നൊന്നും ഇല്ല. പിന്നെ മുത്തശ്ശി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ വേണം ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്ന് പറയണം. പെട്ടെന്ന് കിരൺമതിയെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എനിക്ക് വേണ്ടി പോയി വിളിച്ചോണ്ട് വരുമൊന്നും വേണ്ട. നീ നിനക്ക് വേണ്ടി മാത്രം വിളിച്ചോണ്ട് വന്നാൽ മതി. നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ വെറുതെ എന്തിനാടാ നീ പോയി വിളിച്ചോണ്ട് വരുന്നേ? ഞാൻ പറഞ്ഞിട്ടെന്നും പറഞ്ഞോണ്ട് അതിന്റെ ആവശ്യമില്ല പറയാം. ഈ സമയം ആദർശം മനസ്സിൽ പറയാം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് അവൾ ഇങ്ങോട്ട് വരണമെന്ന്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ അവൾ 2 ദിവസം മാറി നിന്നപ്പോ ഞാൻ അവളുടെ വില എന്താണെന്ന് മനസ്സിലാകുന്നേ. എന്റെ കാര്യങ്ങളിൽ അവളവിടെ നോക്കുന്നേ. പക്ഷെ എങ്കിൽ അത് തുറന്നു പറയാൻ ആദർശിനൊരു മടി. പിന്നീട് കിരൺ പറഞ്ഞു, എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുവാണ്. പെട്ടെന്ന് ആദർശിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് കിരൺ പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. ഇനി തീരുമാനം എടുക്കേണ്ട നീയാണ്. ഒരു ജീവിതം നമുക്കുള്ളൂ. ആ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കണോ അതോ സമാധാനം പോയി ജീവിക്കണോ എന്നൊക്കെ അവനവൻ തന്നെ തീരുമാനിക്കുന്നേ. നയനെ പോലെയുള്ള കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടുക നിന്റെ ഭാഗ്യ. കാരണം കല്യാണം എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടായത്. അതുപോലെ തന്നെയാണ് നയന നിന്റെ കുടുംബജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിനക്ക് പല പല മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതുകൊണ്ട് പറയുന്ന ഒരു കാരണവശാലും നയനെ നീ വിട്ടുകളയരുത്. നിന്റെ ഈഗോയൊക്കെ മാറ്റിവെച്ച അവളെ നീ പോയി വിളിക്കണമെന്ന് പറയാണ്. പിന്നീട് ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടിയാണ് ആദർശ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം ദേവയാനിയും ജലജയും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
അങ്ങനെ ആദർശ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ദേവേനി എന്താ മോനെ എന്ത് പറ്റി, നീ എന്താ നേരത്തെ വന്നേ, എന്താ കുഴപ്പം എന്ന് ചോദിക്കണം. അതില്ലമ്മ ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, എന്താന്ന് പറ. അല്ലമ്മ എനിക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ടാ. തലവേദന? ആഹാ. പിന്നെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ടല്ലോ അങ്ങോട്ട്, അതുകൊണ്ട് എന്നോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ശരി ശരി. അല്ല മുത്തശ്ശനും മുത്തശ്ശിയും വന്നില്ലെന്ന് ചോദിക്കുക. അവര് വന്നില്ല, ഇപ്പൊ തന്നെ വരുമായിരിക്കും. ദൈവമേ, അവള് കൂടെ വന്നാ മതിയായിരുന്നു. അല്ല നീ വല്ല മുത്തശ്ശനെ വല്ല വിളിക്കാൻ പറ്റോ ചെയ്തോന്ന് ചോദിക്കുക. ഞാൻ ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇനിയിപ്പോ മുത്തശ്ശന്റെ സ്വഭാവമായിട്ട് പറയാൻ പറ്റില്ലെന്ന് പറയണം. ദേവേനും പറഞ്ഞു, ശരിയാ, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരില്ലെന്ന്. അതുകൊണ്ട് മിക്കവാറും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ചാൻസ് ഇല്ല. ഈ സമയത്ത് ആദർശന് വല്ലാത്ത സങ്കടം വന്നു. ദൈവം, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും, തന്റെ ഭാര്യ അവളെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ അമ്മയുടെ മനസ്സിലെ ആഗ്രഹം അവളും കൂടി തിരികെ വരണമെന്ന് തന്നെയാണോ, പുറമെ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ, പറയാനും പറ്റത്തില്ല. ഈ സമയത്ത് ജലജ പറഞ്ഞു, മിക്കവാറും നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങള്. മുത്തശ്ശനും മുത്തശ്ശിയും വരുമ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. ഇനിയിപ്പോ അതോർത്ത് ഇനിയിപ്പോ ആർക്കും ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയണം. ഈ സമയത്ത് കനകയും കൂടെ അങ്ങോട്ട് വന്നു. കനയ്ക്ക് മനസ്സിലായി എല്ലാവരുടെ ഉള്ളിൽ ഇപ്പൊ എന്താന്നുള്ള കാര്യം. നയനെ എത്രയും പെട്ടെന്ന് തിരികെ അനന്തപുരിയിലേക്ക് വരണമെന്ന് എല്ലാവരുടെ ആഗ്രഹം. ഈ സമയത്താണ് പുറത്ത് മുത്തശ്ശന്റെ വണ്ടി വന്നിരുന്നത്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അകത്തേക്ക് വരുന്നപ്പോൾ എല്ലാവരുടെ കണ്ണ് ആകാംക്ഷയോറും പുറത്തേക്ക് നോക്കുക, നയനെ എങ്ങാനും വന്നിട്ടുണ്ടോന്ന്. പക്ഷെ നയനെ കണ്ടില്ല. ആദർശന് വല്ലാത്ത സങ്കടമായിപ്പോയി. ഇങ്ങനെ മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, നയനമോളെ കുറെ തവണ വിളിച്ച, പക്ഷെ വരുന്നില്ല എന്ന് ഒരേ ഒരു വാശി. അല്ലേലും ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരണ്ടല്ലോ, ആദർശല്ലേ പോയി വിളിച്ചോണ്ട് വരണ്ടേ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അവളവിടെ ഭയങ്കര സന്തോഷത്തിലാ. ഇത് കേട്ടോ ആദർശന് വല്ലാത്ത സങ്കടമായിപ്പോയി. ഓഹോ, താനില്ലെങ്കിൽ അവള് ഹാപ്പിയാ, തനിക്കാണ് ഇത്രമാത്രം വിഷമം ഉള്ളത്. അല്ലെങ്കിൽ അവളെ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരണേ. ഗോവിന്ദൻ പറഞ്ഞാ അവളോട് പൊക്കളഞ്ഞിട്ട്, പക്ഷെ നയനമോള് പോരാൻ കൂട്ടാക്കിയില്ല. കുറച്ചു ദിവസം കൂടെ അവിടെ സന്തോഷമായിട്ട് കഴിയട്ടേന്ന് വെച്ചു. പിന്നെ ഞങ്ങൾക്കൊരു എതിരഭിപ്രായം ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനവള്, ഒരു വേലക്കാരനെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കാനല്ലേ. പിന്നീട് ആദർശനോടായിട്ട് മുത്തശ്ശൻ ചോദിച്ചു, അല്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ ശരിക്കുള്ള സ്നേഹം ഉണ്ടോന്ന് ചോദിക്കുക. അല്ല അതെന്താ മുത്തശ്ശൻ അങ്ങനെ ചോദിച്ചേ. അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ദിവസം മാറി നിൽക്കില്ലായിരുന്നു പറയാം. സ്നേഹമൊക്കെ ഉണ്ട് മുത്തശ്ശാന്ന് പറഞ്ഞു. ഓ അങ്ങനെ സ്നേഹമൊക്കെ ഉണ്ടല്ലേ, പക്ഷെ ഇന്ന് വരെ നീ അവളെ പരിഗണിച്ച് കണ്ടില്ലോ. അല്ല അത് പിന്നെ മുത്തശ്ശ, അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയണോ. ഓഹോ, നിനക്ക് പിന്നെ ഒട്ടും അഹങ്കാരം ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ നീയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളായിട്ട് അവളെ വിളിച്ചോണ്ട് വരത്തില്ല. നിനക്ക് വേണേ പോയി നീ വിളിച്ചോണ്ട് പോരാ ആദർശെ എന്നും പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവാണ്. ജലജെ ദേവേനിക്ക് ആകെപ്പാടെ തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സമയം ആദർശം ഇങ്ങനെ മനസ്സിൽ കരുതുക, ഇനിയിപ്പോ താൻ അവളെ പോയി വിളിച്ചോണ്ട് വരണോ, വിളിച്ചോണ്ട് വരായിരുന്നു അവൾ ഇനി വരായിരുന്നിട്ടുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ആദർശനും അറിയത്തില്ലായിരുന്നു. പിന്നീട് ആദർശം അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് കനക അവിടെ നിങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താ മോനെ, മോൻ എന്താ നേരത്തെ വന്നേ. അല്ല അത് പിന്നെ എനിക്ക് ചെറിയ അസുഖം. എന്തസുഖം? എനിക്കൊരു തലവേദന, അതുകൊണ്ടാന്ന് പറയാം. ഓ തലവേദനയല്ലേ, ഇപ്പൊ മനസ്സിലായി. അല്ല തലവേദനയ്ക്ക് എന്താ മോനെ കാരണം. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആന്റി, അതുകൊണ്ടാ. ഓ അല്ല മുത്തശ്ശനും മുത്തശ്ശിയും വന്നല്ലോ അല്ലേ. അതെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നു. അവര് വന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനമോൾ അവിടെ ഭയങ്കര ഹാപ്പിയാന്ന്. അല്ല മോന്റെ മുഖത്തന്നെ ഒരു സങ്കടഭാവം. എനിക്ക് സങ്കടഭാവം ഒന്നുമില്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലാന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം കനക മനസ്സ് വിചാരിച്ചു, അങ്ങനെ വരട്ടെ, എല്ലാം വഴിക്ക് വരട്ടെ എന്ന് പറഞ്ഞ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് കനക നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.